അങ്ങനെ ഞാൻ ഒരു ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടേ. അപ്പോഴത്തേക്കും നമ്മുടെ കേശൂട്ടൻ പറഞ്ഞു ലുഡോ കളിക്കാമെന്ന്. കഴിഞ്ഞ ആഴ്ച എപ്പോഴോ അവനെ ഞാൻ ലുഡോ കളിച്ച് തോൽപ്പിച്ചത് കൊണ്ട് ഇത്തവണ അവൻ എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞാണ് കളി. അവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കളി തോറ്റിരിക്കുകയാണ്. ഒരു വട്ടമല്ല 3 വട്ടം. നാണക്കേട് ഒട്ടുമില്ലാതെ ഞാൻ വേഗം തന്നെ അടുത്ത ജോലി അങ്ങ് തീർക്കാൻ പോയി. എല്ലാ ദിവസവും മുറ്റം മുഴുവൻ തൂക്കത്തില്ല കേട്ടോ, വാതിൽ മാത്രം തൂക്കും. ആഴ്ച 2 ദിവസം ഇങ്ങനെ റോഡേന്നേ മുഴുവൻ തൂക്കത്തുള്ളൂ. നിറച്ച് വിലയായിരിക്കും എപ്പോഴും. പിന്നെ അതെല്ലാം തൂത്ത് ചവറ് കത്തിക്കാനുള്ള ഞാൻ കൂട്ടിയിട്ട് അമ്പലപ്പുഴ വരെ പോകണം. മല്ലി മുളകും എല്ലാം പൊടിപ്പിക്കാനായിട്ട് വേഗം തന്നെ മെയിൽ എഴുതിയിട്ട് റെഡിയാവുകയാണ്. പ്രത്യേകിച്ച് ഒരുക്കമൊന്നും ഇല്ല കേട്ടോ, എപ്പോഴും ഇത് ഇത്രയേ ഉള്ളൂ. കണ്ണെഴുതുക, ഒരു കറുത്ത കുഞ്ഞ് പൊട്ട് വെക്കുക, സിന്ദൂരം ഇടുക, മുടി എങ്ങനെയെങ്കിലും കിട്ടുക. അതാണ് കേട്ടോ, ഞാൻ എപ്പോഴും അങ്ങനെയാണേ. അപ്പം ഇന്നും അതുപോലെ തന്നെ വേഗം ഞാൻ മുടി അങ്ങ് കെട്ടുക കേട്ടോ. അപ്പോൾ ഒത്തിരി മുടിയുള്ളതുകൊണ്ട് അറിയാമല്ലോ, കെട്ടാൻ ഭയങ്കര പാടാണത്. പിന്നെ കിള്ളിപ്പിഞ്ഞി എടുക്കുന്ന പോലെ എടുത്തിട്ട് ഒരു കുഞ്ഞ് ക്ലിപ്പും വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ഇറങ്ങുവാണേ. അപ്പോൾ ഇന്നത്തെ ക്യാമറമാൻ മൗലിയ കേട്ടോ, അവളെന്നെ കളിയാക്കുന്നുണ്ട്, എന്തോ അമ്മ ഇത് ഇച്ചിരി മുടിയുണ്ട്, കുറേ നേരം ആയല്ലോ. പിന്നെ അതേ സിന്ദൂരം ഇട്ടിട്ട് ഞാൻ അവളോട് ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു കൊള്ളാമേ, സൂപ്പറാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം പോവുകയാണേ. മക്കൾ വരുന്നില്ല, ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ. അവളോട് വിളക്ക് കത്തിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞാൻ ഇറങ്ങുന്നത്. അവളതൊക്കെ ചെയ്തോളൂ. കേശൂട്ടിന് ചെറിയ മോന്ത കയറ്റിയാണ് നിൽക്കുന്നത്, ഞാനും കൂടെ വരുന്നെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും കൂടെ പോയി അഥവാ താമസിച്ച് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കൽ നടക്കത്തില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ തിരിച്ച് വരുമായിരിക്കും, തിരക്കില്ലെങ്കിലും. അങ്ങനെ ഞങ്ങൾ രണ്ടിനും കൂടെ വേഗം ഇറങ്ങി കേട്ടോ. പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കത്തില്ല, ഇപ്പം ഒരാഴ്ച കഴിക്കാനുള്ളതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പുരാണം എല്ലാം പറഞ്ഞ് ഞങ്ങൾ വേഗം പോവുകയാണേ. സാധാരണ അവിടെ പൊടിപ്പിക്കാൻ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തിരക്കാണെങ്കിൽ അവിടെ സാധനം കൊടുത്തിട്ട് നാളെ പോയി വാങ്ങിക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പം അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വേണം കേട്ടോ പോകാനായിട്ട്. അമ്പലപ്പുഴ അമ്പലത്തിന് അടുത്തായിട്ട് തന്നെയാണ് നമ്മൾ പൊടിപ്പിക്കുന്ന സ്ഥലം. കണ്ടോ, ഇവിടെയാണ് പൊടിപ്പിക്കുന്നത്. അപ്പോൾ ഈ മില്ലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ ചേച്ചിയുടെ ഒരു ലോട്ടറി കടയുണ്ട് കേട്ടോ. അപ്പം അവിടെ പൊടിപ്പിക്കാൻ കൊടുത്ത് കുറച്ച് സമയം അവിടെ കടയിൽ പോയിരുന്നു വർത്താനം എല്ലാം പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എല്ലാം പൊടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വരുമ്പോഴേ കേശൂട്ടൻ വാതിക്കെ നോക്കി നിൽപ്പുണ്ട് കേട്ടോ, കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇല്ലെന്ന് കണ്ടപ്പോൾ മോന്ത ഒരു കൊട്ടയുണ്ട്. പിന്നെ അവനെ ഞാൻ കളിയായിക്കൊണ്ട് നേരെ അകത്തോട്ട് കയറി. ഞാൻ ഒരു കുപ്പി മിൽമയുടെ പാല് വാങ്ങിച്ചിട്ടോ, ആദ്യമായിട്ടാണ് ഞാനത് വാങ്ങിക്കുന്നത്. കവർ പാലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അത് അടുപ്പത്തോട്ടൊരു ചായക്ക് വെച്ചിട്ട് പൊടിപ്പിച്ച മല്ലിയും മുളകൊക്കെ ടിന്നിലോട്ട് ഇടുക. മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ, കുറച്ച് മുമ്പ് പൊടിപ്പിച്ചുകൊണ്ട് അത് തീർന്നിട്ട് ഇടാന്ന് ഓർത്തു. മല്ലിപ്പൊടിയൊക്കെ പെട്ടെന്ന് ചീത്തയാവുന്നതല്ലേ. അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ എടുത്ത് പിന്നെ വെച്ചു ഞാനങ്ങ് ആവശ്യത്തിനുള്ള മാത്രം ഇട്ടിട്ട് ബാക്കി ഒരു ടിന്നിലോട്ട് വെച്ചിട്ട് വേഗം ചായക്ക് തേയിലയും പഞ്ചസാര ഇട്ടങ്ങ് എടുക്കുക കേട്ടോ. ഒരു ചായ കുടിച്ചിട്ട് വേണം ഇനി കുറച്ച് നേരം വിശ്രമിക്കാനായിട്ട്. അതുകൊണ്ട് വേഗം ഞാനങ്ങ് ചായ ഇട്ട് കുടിക്കുവാണേ. അപ്പം ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ചായക്ക് കഴിക്കാനായിട്ട് അച്ചപ്പം ഉണ്ടായിരുന്നേ. അപ്പോൾ അച്ചപ്പവും ചായയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നു. ടാറ്റാ.